എനിക്ക് നിന്നോട് സംസാരിക്കണം ദേവ. ഋഷിയുടെ കൈകൾ ദേവയുടെ കൈത്തണ്ടയിൽ മുറുകിക്കൊണ്ട് പറതും ആ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു അവൾ. എന്നാൽ ഋഷിയുടെ കയ്യിൽ നിന്ന് അവളുടെ കൈ വന്നതേയില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദേവ, പ്ലീസ്. ഋഷിയുടെ ശബ്ദം ദയനീയമായി. അതിനൊപ്പം അവരെ അവിടെ കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തതാ, ഇനി എനിക്കൊന്ന് കേൾക്കണ്ട. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കയ്യിൽ നിന്നും കൈ വിടുവിക്കാൻ ശ്രമിച്ചു ദേവയും. ദേവ, ഞാൻ അവളെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന മനസ്സിനെ ചങ്ങലക്കെട്ടി ഋഷി താഴാവുന്നതിൽ അങ്ങേയറ്റം താഴ്ന്നു. വിടടാ അവളെ. ദേവിയുടെ കയ്യിൽ മുറുകിയ ഋഷിയുടെ കയ്യിൽ നിമിഷ നേരം കൊണ്ട് മറ്റൊരു കൈ മുറുകി. രുദ്ര, ഇത് ഞങ്ങളുടെ കുടുംബക്കാര്യ, അതിൽ നീ ഇടപെടേണ്ട. അമർഷത്തോടെ ഋഷി പറഞ്ഞു. ഇതെന്റെ പെങ്ങളുടെ ജീവിതാടാ, ഇതിൽ ഞാൻ ഇടപെടും. രുദ്രന്റെ ശബ്ദം ഋഷിയേക്കാൾ കടുത്തു. ദേവ അപ്പോഴേക്കും രുദ്രന്റെ നെഞ്ചിലേക്ക് പതുങ്ങിപ്പോയിരുന്നു. ആ സമയം എത്രയും ഋഷി ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചില്ല അവൾ. അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ആ 3 പേരിലേക്ക് മാത്രമായി. എല്ലാവരുടെ മുന്നിലും വെച്ച് ഇവളെ വേണ്ടാന്ന് പറഞ്ഞവല്ലേ നീ? ഈ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അങ്ങനെ പറഞ്ഞത്? എല്ലാരും കൂടെ നിന്നെ ഇവളുടെ തലയിൽ കെട്ടിവെച്ചതാ. നീയായി തന്നെ ഒഴിഞ്ഞു തന്നതിന് നന്ദി. ഇവളുടെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് ഇനി. ഋഷിയിൽ നിന്നും തട്ടിയെടുക്കും പോലെ ദേവയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവനെ നോക്കി അത്രയും പറഞ്ഞ് രുദ്രൻ അവളെയും കൂട്ടി തിരിഞ്ഞു നടക്കുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി സീതമ്മയും സിത്വമ്മയും ഉണ്ടായിരുന്നു അവിടെ. ദേവയെ കാറിലേക്ക് കയറ്റി രുദ്രൻ ആ ഗേറ്റ് കടന്നു പോകുമ്പോഴാണ് അപ്പുറത്തുനിന്ന് മറ്റൊരു കാർ ആ ഹോസ്പിറ്റലിൽ കയറി വരുന്നത്. ദേവ പോകുന്നു നോക്കി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഋഷി ആ കാർ കണ്ടതേയില്ല. കാറിൽ നിന്നും ഇറങ്ങിയ ദിയ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ഋഷിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവന്റെ നിറഞ്ഞ മിഴികളായിരുന്നു അവളുടെ കണ്ണിൽ ആദ്യം മുടക്കിയത്. അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു നോടർന്നു. ആ നിമിഷം ആദ്യം അവനെ കണ്ടപ്പോൾ തോന്നിയ ഇഷ്ടവും, പിന്നീട് അവൻ തന്റെ പ്രണയനായതും, പിന്നീട് അവൻ തനിക്കൊരു വാശിയായി മാറിയതും, അവനോട് ഇഷ്ടം പറഞ്ഞ പെൺകുട്ടിയെ ആരും കാണാതെ തള്ളിയിടാൻ മാത്രം അവൻ തന്നിൽ വേരൂന്നിരുന്നു. അങ്ങനെയുള്ള താൻ അവന്റെ ഭാര്യയുടെ പിണക്കം മാറ്റാൻ വന്നിരിക്കുന്നു. അവൾക്ക് അവളോട് തന്നെ സ്വയം പുച്ഛം തോന്നിപ്പോയി ആ സമയം. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ പുഞ്ചിരിയോടെ ഋഷിയുടെ അടുത്തേക്ക് നടന്നു ദിയ. ഒട്ടും പുഞ്ചിരിയില്ലാതെ അവളൊരു നോട്ടം നോക്കി അവനും. കുറച്ചുകൂടെ ചോറിടട്ടെ മോനെ? നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഹരിനന്ദനോട് സ്നേഹത്തോടെ പറഞ്ഞ് അവന് നേർക്കൊരു കോരിച്ചോറ് കൂടി നീട്ടി അച്ചമ്മ. നല്ല ഉറക്കവും കഴിഞ്ഞ് കുളിച്ചു വന്നിരിക്കുന്ന ഹരി നന്ദനെ കാണും തോറും വല്ലാത്തൊരു ഐശ്വര്യമുള്ളതുപോലെ തോന്നി അച്ചമ്മയ്ക്ക്. പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് നെറ്റിയിൽ ചന്ദനവും തൊട്ട് വന്നതോട് ആദ്യ കാഴ്ചയിൽ കണ്ടതിനേക്കാൾ ഇഷ്ടവും വാത്സല്യം തോന്നി അവർക്ക്. അയ്യോ വേണ്ട അച്ചമ്മേ, ഇപ്പോ തന്നെ ഒരുപാട് കഴിച്ചു. കുറെ കാലത്തിന് ശേഷമാ ഞാൻ ഇങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് കഴിക്കുന്നേ. മനോഹരമായൊരു പുഞ്ചിരി നൽകി ഹരിനന്ദൻ പറയുമ്പോൾ അവനെ നോക്കി നിൽക്കുന്ന യാമിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ആരാണെന്നും എന്തിനാ അവിടെ വന്നെന്നറിഞ്ഞാലുള്ള അവസ്ഥയുമാണ് അവളുടെ ഉള്ളിൽ നിറയെ. മോള് കഴിക്കുന്നില്ലേ? പതർച്ചയുടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കാണെ ഒന്ന് സംശയിച്ചെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ അച്ചമ്മ ചോദിച്ചു. ഇല്ല, ഇപ്പോ വേണ്ട അച്ചമ്മേ, രുദ്രം വരട്ടെ. യാമി പറയുന്ന കേൾക്കെ ഒരു പിടി ചോറ് വായിലേക്ക് വെക്കാൻ ഒരുങ്ങിയവൻ നെറ്റിച്ചുളിച്ചൊരു നോട്ടം നോക്കി യാമിയെ. അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്നതേയുള്ളൂ അവൾ. പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ഉള്ളിലെ സങ്കടം അടക്കി പിടിക്കാൻ കഴിയാതെ വാടിയ മുഖത്തോടെ സീതം അകത്തേക്ക് വന്നും എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. അവളുടെ കൂടെ പതിവില്ലാതെ സിത്താരയുണ്ട്. ആഹാ, നീയുണ്ടോ? 2 കിഴുക്ക് കൊടുത്ത് ഉണ്ണിയെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അവനോട് 2 പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അച്ചമ്മ പറയുമ്പോൾ പരസ്പരം ഒന്ന് നോക്കി സീതമ്മയും സിത്വമ്മയും. അവൻ വരും അമ്മേ, അവനിനി വരാതിരിക്കാൻ കഴിയില്ലല്ലോ. തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി അച്ചമ്മയ്ക്ക് യാമിക്കും നൽകി പറയുന്നതിനിടെയാണ് അവരുടെ അടുത്തായിരിക്കുന്ന ഹരിയിലേക്ക് സീതയുടെ നോട്ടം എത്തിയത്. നമ്മുടെ കണ്ണന്റെ കൂട്ടുകാരനാ സീതയെ. സീതമ്മയുടെ നോട്ടം കാണെ ഒരു ചിരിയോടെ പറഞ്ഞു അച്ചമ്മ. ആ വാക്കുകൾ കേൾക്കെ സീതയും ഹരിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഹരി തിരിച്ചും. എന്നിട്ട് കണ്ണൻ എവിടെയാ അമ്മേ? തോളിലെ ബാഗ് അവിടെ അലസമായി ഇട്ടുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു സീത. ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അതിന്റെ വീർപ്പുമുട്ടൽ ആവോളം അവളിലുണ്ട്. അവളിൽ മാത്രമല്ല, എല്ലാത്തിനും സാക്ഷിയായി നിന്ന സിത്വമ്മയിലുണ്ട് ആ വിഷമം. കണ്ണൻ എവിടെയെന്നോ? നിന്നെയും ദേവയും കൊണ്ടുവരാൻ പോയതല്ലേ അവൻ. അല്ല, പറയുമ്പോൾ എന്റെ ദേവ എവിടെ? അച്ചമ്മ പറയുമ്പോൾ എന്തു പറയുന്നറിയാതെ ഒന്ന് പതറി അവർ. അവള് കണ്ണന്റെ കൂടെ. ദേവയ്ക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞ് കണ്ണന്റെ കൂടെ ടൗണിലേക്ക് പോയേക്കുവോ അമ്മേ. ഇപ്പോ വരുമായിരിക്കും. സീത അവരെ നോക്കി എന്തോ പറഞ്ഞു തുടങ്ങിയതും അതിനിടയിൽ കയറി പറഞ്ഞു സിത്താര. ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും 2 കൂടെ അടിപിടി ഉണ്ടായി എന്നറിഞ്ഞാൽ അമ്മയ്ക്ക് അതൊന്നും താങ്ങില്ല എന്നറിയാവുന്ന സീത അത് കേട്ട് മൗനം പാലിച്ചു. ടൗണിലേക്കൊന്നും കൊച്ചിനെ വിടേണ്ടിയിരുന്നില്ല. റോഡ് മോശവാ, കണ്ണ സൂക്ഷിച്ചുകൊണ്ട് വന്നോളും. അതാ പിന്നെ സമാധാനം. നിങ്ങൾക്ക് കഴിക്കാൻ എടുക്കട്ടെ, അതോ ചായയോ? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, ഞങ്ങൾ ചായ കുടിച്ചിട്ടാ വന്നത്. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടെ അച്ചമ്മ ചോദിച്ചതിന് മറുപടി നൽകി സീത. സീത പറയുന്നത് ചെറിയൊരു കള്ളമാണെങ്കിലും സിത്താരയും മൗനം പാലിച്ചു. എന്താ തന്റെ പേര്?
കണ്ണന്റെ കൂടെ ഏത് കോളേജിലാ പഠിച്ചത്? അല്ല, അവൻ 2-3 കോളേജിൽ പോയിട്ടുണ്ട്. അതിൽ ഏത് കോളേജിലാ നന്ദൻ ഉണ്ടായിരുന്നത്? അച്ഛമ്മ അങ്ങ് പോയതും സീതയുടെ നോട്ടം ഹരിയിലേക്ക് നീണ്ടു. ഒരു പുഞ്ചിരിയുടെ സീത ചോദിക്കുമ്പോൾ ഒന്ന് പതറി ഹരി. എവിടെയാണ് അവൻ പഠിച്ചതെന്നോ അവൻ ഏത് കോഴ്സാണ് എടുത്തതെന്നോ അറിയാതെ ഹരി അടുത്തു വെച്ച ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും പോലെ യാമിയെ നോക്കി. ആ നിമിഷം യാമിയുടെ നോട്ടവും സീതയിലേക്കും ഹരിയിലേക്കും മാത്രമായി. അവളുടെ ഹൃദയം പേടിയോടെ പിടിക്കുന്നുണ്ട്. അവന്റെ ഉള്ളിലെ പേടി തന്നെയാണ് ആ സമയം യാമിയിലും. എന്റെ പേര് ഹരിനന്ദൻ. സെക്കൻഡ് ഇയറിൽ വെച്ച രുദ്രന് ഞാൻ പരിചയമായത്. അവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാരും കുറിച്ച്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും പോലെ വേഗം എഴുന്നേറ്റു ഹരി. സീതമ്മേ, രുദ്രൻ എവിടെയാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അകത്തേക്ക് വന്ന് സണ്ണി ചോദിക്കുമ്പോൾ അവനിലേക്കായി എല്ലാവരുടെയും നോട്ടം. അവൻ ഇപ്പോ ഒരു സണ്ണി. ദേ ഇയാളെ കണ്ടോ? ഹരിനന്ദൻ നിങ്ങളുടെ കൂടെ പഠിച്ചതല്ലേ? സീത പറയുമ്പോൾ സണ്ണിയുടെ നോട്ടം സീതമ്മ നോക്കിയ ഭാഗത്തേക്കായി. തിരിഞ്ഞു നിന്ന് കൈ കഴുകുന്നവന്റെ പുറംഭാഗം എവിടെയും കണ്ട പോലെ ഇല്ലെന്നറിയേ സണ്ണി അവനെ തന്നെ നോക്കി നിന്നു. രുദ്രൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു യാമി. ഹരി തിരിഞ്ഞ് സണ്ണിയെ നോക്കി ഒരു പതർച്ചയോടെ ചിരിച്ചതും അവന്റെ ഓർമ്മയിൽ ഇങ്ങനൊരു മുഖം പലയിടത്തായി തിരിഞ്ഞവൻ. എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോളേജിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ കൂടെ വാല് പോലെ അവന്റെ കൂട്ടുകാരും ആ കോളേജിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ 3 കോളേജുകൾ അവർ കയറിയിറങ്ങി. അതിലെവിടെയും ഇങ്ങനൊരു മുഖമോ പേരോ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സണ്ണിയുടെ നോട്ടം ഹരിയിൽ മാത്രം തറഞ്ഞു നിന്നു. കാര്യം മീനാക്ഷി ഒന്ന് കാണാൻ വേണ്ടി രുദ്രന്റെ പേരും പറഞ്ഞു വന്നതാണെങ്കിലും മുന്നിൽ നിൽക്കുന്നവൻ ഒരു കള്ളനാണെന്നും രുദ്രനും ഇന്ദ്രനും ഇല്ലാത്ത സമയം നോക്കി എന്തേലും മോഷ്ടിക്കാൻ വന്നാണെന്നുമെല്ലാം അവൻ അങ്ങ് ഊഹിച്ചിരുന്നു. ആരാ ഇവൻ സീതമ്മേ? ഇവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചൊന്നല്ല. ഇവൻ വല്ല കള്ളനായിരിക്കും. പറയടാ, ആരാടാ നീ? ആണുങ്ങളില്ലാത്ത സമയം നോക്കി വീട്ടിൽ മോഷ്ടിക്കാൻ വന്നല്ലേ നീ? ഹരിയുടെ കോളറിൽ പിടിച്ച് കുലുക്കി തള്ളിയിട്ടു സണ്ണി പറയുമ്പോ ഈ പെണ്ണുങ്ങളെ മുഴുവൻ സംസാരിക്കേണ്ടത് അവന്റെ കടമയാണെന്ന ചിന്ത മാത്രമേ സണ്ണിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനൊന്ന് പറയട്ടെ മാൻ, പ്ലീസ്. നിലത്ത് വീണവനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നവനെ കാണേ ഒന്നും മനസ്സിലാവാതെ ഞെട്ടലോടെ പരസ്പരം നോക്കി സീതയും സിത്വമ്മയും. ഞാനൊന്ന് പറയട്ടെ. ഇറങ്ങിപ്പോടാ. ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി വന്ന് എല്ലാവരും പറ്റിക്കാൻ നോക്കുന്നു. ഹരി നന്ദനെ മുറ്റത്തേക്ക് വലിച്ചിട്ട് സണ്ണി പറയുമ്പോൾ അവന് പിറകെയായി ഒന്നും മനസ്സിലാവാതെ വന്നിരുന്നു സീതമ്മയും സിത്വമ്മയും. അയ്യോ മോനെ സണ്ണി, നീ എന്തായി കാണിക്കുന്നേ? ഇത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? അവനോട് ഇങ്ങനെയാണ് പെരുമാറുന്നേ? നിലത്തേക്ക് വീണ ഹരി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആഞ്ഞുകൊണ്ട് അച്ഛമ്മ പറയുമ്പോൾ ഹരിനന്ദനിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റി സണ്ണി. തറവാട്ടം എന്തായി പറയുന്നേ? ഇവൻ ഞങ്ങളുടെ ആരല്ല. ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരുത്ത പഠിച്ചിട്ടില്ല. എനിക്കോ രുദ്രനോ ഞങ്ങളുടെ കൂടെ ഉള്ളവന്മാർക്കോ ഒന്നും ഇവനെ അറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവനെ കാണുന്നത് തന്നെ. ഇവൻ കള്ളനാവും, മോഷ്ടിക്കാൻ വന്നാവും. സണ്ണി ദേഷ്യത്തോടെ വീണ്ടും ഹരി അടിക്കാൻ ആഞ്ഞുകൊണ്ട് പറയുമ്പോൾ യാമി എല്ലാവരെയും നോക്കി ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. എന്റെ ഫ്രണ്ടാണ് ഹരി എന്ന് പറയണമെന്നുണ്ടെങ്കിലും രുദ്രൻ അവന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവനെ പരിചയമില്ലാത്തതുപോലെ നിന്നും എല്ലാം ഓർക്കെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നുപോയി. ഇത്രയും നേരമുള്ള പെരുമാറ്റത്തിൽ നിന്നും അവന്റെ മുഖവും ഭാവവും ഒന്നും ഒരു കള്ളന്റെ പോലെയല്ല എന്നുള്ളത് കൊണ്ടും പൂർണ്ണമായി ഹരിയെ തള്ളിപ്പറയാൻ അവർക്കാർക്കും കഴിയുന്നില്ല. എങ്കിലും അവനേക്കാൾ വിശ്വാസം ചെറുപ്പം മുതലേ തങ്ങളുടെ കൺമുന്നിൽ രുദ്രനൊപ്പം കളിച്ചു വളർന്ന സണ്ണി ആയതുകൊണ്ട് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയാതെ ബാക്കിയുള്ളവരും നിന്നു. ഇനി എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങിപ്പോടാ. ഹരിയുടെ നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് തള്ളി സണ്ണി പറയുമ്പോൾ ഒന്ന് പിന്നിലേക്ക് വീഴാൻ ആഞ്ഞു ഹരി. എന്നാൽ അവൻ വീണത് മുന്നിൽ വന്നിരുന്ന കാറിന്റെ ബോണറ്റിലേക്കായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആ സമയം ആ കാറിൽ ഇരിക്കുന്നവരിലേക്ക് നീണ്ടു. മുന്നിലെ കാഴ്ച കണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ രുദ്രന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എങ്കിൽ അവന്റെ കൂടെ വന്ന ദേവയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി. ദാ രുദ്ര, ദേ ഇവൻ കള്ളനാ. ഇവൻ നമ്മുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പറ്റിച്ച് നമ്മളാരില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറി ഇരിക്കുക മോഷ്ടിക്കാൻ. സണ്ണി രുദ്രന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഹരിയിലേക്കാണ് രുദ്രന്റെ മിഴികൾ എത്തി നിന്നത്. ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ട്. കവിളിൽ 4 വിരലുകളുടെ പാടുകൾ ചുവന്ന് കിടപ്പുണ്ട്. എല്ലാവർക്കും പിറകിൽ നിൽക്കുന്ന യാമിയുടെ കണ്ണിൽ രുദ്രനെ കണ്ടൊരു ആശ്വാസമുണ്ട്. ഡാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവൻ ആരാന്ന് ചോദിക്കടാ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രുദ്രനെ കുലുക്കി വിളിച്ചുകൊണ്ട് വീണ്ടും സണ്ണി പറഞ്ഞു. നീ ഇങ്ങ് വന്നേ, പറയട്ടെ. എല്ലാവരുടെയും കണ്ണിൽ തെളിയുന്ന സംശയത്തിന്റെ നോട്ടം, അവരുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങൾ. അതിന് കൊടുക്കാൻ നല്ലൊരു മറുപടി പോലും തന്റെ കയ്യിലില്ലെന്നറിയേ വേഗം സണ്ണിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി രുദ്രൻ. എന്തോന്ന് പറയാൻ? ഇവനെ പറഞ്ഞു വിട്. വേണേ 2 കൊടുക്ക്. കള്ളനാ കള്ളൻ. അല്ലെങ്കിൽ ഇവനോട് പറയാൻ പറ. നിന്റെ കോളേജും ക്ലാസ്സും നീ എടുത്ത കോഴ്സും എല്ലാം പറയാൻ പറ. നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്ക് സീതമ്മേ. ഇവരെ അങ്ങനെ വിടാൻ പറ്റൂല. സണ്ണിയുടെ നോട്ടം മുഴുവൻ ഹരിയിലേക്കാണ്. ആ സമയം കൂടെ നിൽക്കുന്നവന്റെ മുഖഭാവം അവൻ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. സണ്ണി, ഇങ്ങോട്ട് വരാൻ. അവന്റെ ചോദ്യങ്ങളെല്ലാം കൊള്ളുന്നത് തന്റെ നേർക്കാണെന്നറിയേ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു രുദ്രൻ. ഇല്ലെന്നല്ലേ പറഞ്ഞേ? നോക്കി നിൽക്കാതെ ഇറങ്ങിപ്പോടാ. രുദ്രന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് വീണ്ടും സണ്ണി ഹരിക്ക് നേരെ ആഞ്ഞതും അവൻ എന്റെ ഫ്രണ്ടാണ്. നിന്നോട് ആരാ അവനെ കൈവെക്കാൻ പറഞ്ഞത്? എന്റെ വീട്ടിലേക്കല്ല അവൻ വന്നത്.
അല്ലാതെ നിന്റെ തറവാട്ടിലേക്കൊന്നും അല്ലല്ലോ ഇത്രയ്ക്ക് പൊള്ളാൻ. ഞാൻ വിളിച്ചു വരുത്തിയ എന്റെ ഗസ്റ്റാണ് ഇവൻ. അവനെ ഇറക്കി വിടാൻ നീ ആരാ? ഇറങ്ങിപ്പോടാ. സണ്ണിയെ പിന്നിലേക്ക് തള്ളി രുദ്രൻ പറയുമ്പോൾ അവനെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നു സണ്ണി. അവന്റെ മിഴികൾ ചെറുതായി ഒന്ന് നിറഞ്ഞതും അവനിൽ നിന്നും മുഖം വെട്ടിച്ചു രുദ്രൻ. പരസ്പരം അടിയുണ്ടാക്കിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പിണങ്ങി നടന്നിട്ടുണ്ട്. എങ്കിലും മറ്റൊരാൾക്ക് മുന്നിലും സണ്ണിയെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ അവൻ. ഇതിപ്പോ ഇത്ര ആളുകൾക്കിടയിൽ വെച്ച് താൻ ആരുമല്ലാത്തത് പോലെയായി. നീ പോവാൻ നോക്ക്, ഞാൻ അങ്ങ് വന്നോളാം. ചെല്ല്. ഹരി അകത്തേക്ക് പൊക്കോ. അച്ചമ്മേ, മുറിവിൽ തേക്കുന്ന മരുന്ന് വല്ലതുണ്ടെങ്കിൽ എടുത്തു കൊടുക്ക്. അകത്തേക്ക് നടക്കുന്നവൻ അച്ചമ്മയോട് പറഞ്ഞു പോകുമ്പോൾ അവരിൽ ഒരാളായി നിൽക്കുന്ന യാമയെ ഒന്ന് തറപ്പിച്ചു നോക്കുകയും ചെയ്തു രുദ്രൻ. എന്നാൽ മുന്നിൽ നടക്കുന്ന ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നതേയുള്ളൂ ബാക്കിയുള്ളവർ. സണ്ണി ഒന്നും മിണ്ടാ തിരിഞ്ഞു നടക്കുമ്പോൾ വായിലറിഞ്ഞ രക്തച്ചുവ തുപ്പി കളഞ്ഞ് അവൻ പോകുമെന്ന് നോക്കിയൊരു ചിരിയോടെ നിന്നു ഹരി. ഡാ സണ്ണി, ഇങ്ങനെ കുടിച്ച് നിന്റെ ചങ്ക് കത്തും, കുറേശ്ശെ കുടിക്കടാ. ഏറുമാടത്തിലിരുന്ന് വാറ്റിയ കള്ളിന്റെ കുപ്പി ചുണ്ടോട് ചേർത്ത് നിർത്താതെ കുടിക്കുന്നവനെ കാണെ മുഖം ചുളിച്ചു സൈദ് പറഞ്ഞതും ആ കുപ്പി നിലത്തൊരു ശബ്ദത്തിൽ വെച്ച് പുറംകൈയാൽ ചുണ്ടമർത്തി തുടച്ച് അവനെന്ന് ചേറി നോക്കി സണ്ണി. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. എന്റെ ചങ്ക് കത്തിപ്പോയാ നിനക്കൊക്കെ എന്താടാ? സണ്ണി ചോദിക്കുമ്പോൾ പരസ്പരം നോക്കി മെൽവിനും സൈദും. നിനക്കൊക്കെ അറിയോടാ, അവനില്ല രുദ്രൻ. അവനെ ഞാൻ ഈ ചങ്കിൽ കൊണ്ട് നടന്നതാ. അവനാ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു വിട്ടത്. അത് ഈ സണ്ണി ഒരിക്കലും മറക്കുകയല്ല. ഇനി അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കയ്യിലെടുത്ത കുപ്പിയിലെ കള്ളു മുഴുവൻ തീർന്നു എന്ന് മനസ്സിലായതും അടുത്തുള്ള മറ്റൊരു കുപ്പി കയ്യിലെടുത്ത് സണ്ണി പറയുമ്പോൾ അവൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞങ്ങ് തീർക്കട്ടെ എന്നൊരു മട്ടിൽ നിന്നു അവർ. സണ്ണിക്ക് വേണ്ട അവനെ. സണ്ണിയുടെ ജീവിതത്തിൽ ഇനി രുദ്രനില്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അവന്റെ ഒപ്പം പോണോ അതോ എന്റെ ഒപ്പം നിൽക്കണോ എന്ന്. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പൊ തന്നെ പറയാം. അവന്റെ ഒപ്പമാണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം അവൻ ഞങ്ങളെയും തള്ളി പറയും. അല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. സൈദിനെ നോക്കി സണ്ണി പറഞ്ഞു. അവനൊന്ന് കൂർപ്പിച്ചു നോക്കി സൈദ്. ഒന്ന് പോടാ, എന്റെ വീട്ടിൽ പട്ടിയൊന്നും ഇല്ല. സൈദ് അവനോട് പറഞ്ഞു. ഓ സോറി എടാ മെൽവിനെ, എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. അയ്യടാ, നിന്റെ പേരങ്ങ് ഇട്ടേച്ചാല മതി. എന്നിട്ട് വേണം അതിന്റെ കടി കൂടെ എനിക്ക് കിട്ടാൻ. അവന് നല്ലൊരു പേരുണ്ട്, ബ്രൂണോ, അത് മതി. അത്രയും പറഞ്ഞ് സണ്ണിയും ആവോളം പുച്ഛിച്ചു മെൽവിനും. എന്നാ പോടാ, അവന്റെ കൂടെ പോ. എന്നിട്ട് ഞാൻ ഇന്ന് നിന്നതുപോലെ നിങ്ങൾ നിൽക്ക്. അവനെ പോലെ ഒരു കൂട്ടുകാരനെ വേറെ ആർക്കും കൊടുക്കാൻ എന്റെ കർത്താവേ. ആകാശത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞ് സണ്ണി വീണ്ടും കയ്യിലെ കുപ്പി ചുണ്ടോട് ചേർത്തു. ഇല്ലടാ, എന്നെ പോലെ ഒരു കൂട്ടുകാരനെ വേറെ ആർക്കും കൊടുക്കില്ല. കർത്താവ് നിനക്ക് തന്നെ തരും. എന്താ പോരെ? അപ്പോ എന്റെ സണ്ണിക്കുട്ടിന് സന്തോഷമാവോ? അത്രയും പറഞ്ഞ് സണ്ണിയുടെ കയ്യിൽ നിന്ന് ആ കള്ളും കുപ്പി പിടിച്ചു വാങ്ങി ഒറ്റ വലിക്ക് കുറച്ചധികം കുടിച്ചു രുദ്രൻ. അയ്യോ, ആരിത്? കൊച്ചു തമ്പുരാനല്ലയോ? സെയ്തേ, മെൽവിനെ, ആ മടക്കിക്കുത്തി മുണ്ടൊക്കെ അഴിച്ച് തമ്പുരാനെ ബഹുമാനിക്കടാ. അല്ലേ നാളെ നമ്മുടെ തല കാണില്ല. രണ്ട് കൈയും രുദ്രന് മുന്നിൽ കൂപ്പി കാണിച്ച് ആടി ആടി സണ്ണി പറയുമ്പോൾ ദേഷ്യവും ചിരിയും ഒരുപോലെ വന്നുപോയി രുദ്രന്. എടാ, ഞാൻ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സണ്ണിയുടെ തൊഴിൽ കൈവച്ച് രുദ്രൻ പറഞ്ഞു തുടങ്ങിയതും ആ കൈ തട്ടി തെറിപ്പിച്ചു സണ്ണി. ഒന്ന് പോടാ, നിന്റെ ഒരു സാഹചര്യം. നിന്റെ പുതിയൊരു കൂട്ടുകാരനില്ലേ അവിടെ, അവന്റെ അടുത്തേക്ക് പോ. അവന് വേണ്ടിയല്ലേ നീ എന്നെ തള്ളി പറഞ്ഞത്. ഇനി അവൻ മാത്രം മതി നിനക്ക്. സണ്ണിയെ നോക്കണ്ട ഒരുത്തനം. രുദ്രന്റെ കോളറിൽ പിടിച്ചു കുലുക്കി സണ്ണി കലിയോട് പറയുമ്പോൾ അവന്റെ കോളറിൽ നിന്നും പിടിപിടിച്ചു രുദ്രൻ. എടാ കോപ്പേ, പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നോട് ഞാൻ മിണ്ടാതെ എന്റെ കൂടെ വരാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നും കേൾക്കാതെ അവിടെ ഒച്ചയും ബഹളവും ഇട്ടാൽ പണി കിട്ടാൻ പോകുന്ന എനിക്കാ. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ എത്ര ശ്രമിച്ചു. അതൊന്നും കേൾക്കാതെ എല്ലാവരുടെ മുന്നിലും കിടന്ന് അലറി വിളിച്ച് എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ഇവിടെ വന്ന കള്ളം കുടിച്ച് എന്നെ തെറി പറഞ്ഞാൽ മതിയല്ലോ നിനക്ക്. രുദ്രനും അവന്റെ ഉള്ളിലെ വിഷമം പറഞ്ഞു തുടങ്ങിയതും ചെറുതായി ഒന്ന് അയഞ്ഞു സണ്ണി. ശരി, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ്, സമ്മതിച്ചു. എന്നാ നീ പറ, അവൻ ആരാ? എന്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത ഒരുത്തൻ എങ്ങനെ നിന്റെ കൂട്ടുകാരനായി? ഞങ്ങളെ 3 പേരെയും അല്ലാതെ വേറെ ഒരുത്തനെയും തറവാട്ടിൽ കയറ്റാത്ത നീ എന്തിനാ അവനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ? പറ, ആരാ അവൻ? അവനും നീയുമായിട്ട് എന്താ ബന്ധം? സണ്ണി പെട്ടെന്ന് ചോദിച്ചതും അതിന് മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയി രുദ്രൻ. അവർക്കിടയിലുള്ളത് അവർ തന്നെ തീർക്കട്ടെ എന്ന ചിന്തയിൽ അവരുടെ പരസ്പരമുള്ള വാക്പോര് കണ്ടു നിന്നതേയുള്ളൂ ആ നിമിഷം സൈദും മെൽവിനും. പറയില്ല, നീ പറയില്ല. കാരണം നിനക്ക് അങ്ങനെ ഫ്രണ്ട് ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ അവന് വേണ്ടി വാദിച്ചുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് പറ, എന്നിട്ട് മതി ബാക്കി എന്തും. നാവ് കുഴഞ്ഞ് വാക്കുകൾ വ്യക്തമല്ലാതെ പറഞ്ഞ് രുദ്രന്റെ കയ്യിലെ കുപ്പി വാങ്ങി നിലത്തുറയ്ക്കാത്ത കാലുകളുമായി തിരിഞ്ഞു നടന്ന് ഒരു മൂലയിലായി ചെന്നിരുന്നവൻ. രാത്രിയേറെ വൈകിട്ടുണ്ട്. വയലിൽ നിന്നും ഒരു തണുത്ത കാറ്റ് അവിടെ മക മൂടി അവരെ തൊട്ട് തലോടി അങ്ങനെ വീശി പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ മനസ്സുമായി സണ്ണിയും. അവനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ രുദ്രനും. അളിയ, ഒരു ചീപ്പ് കളി കളിക്കുവാണ്, കൂടെ നിന്നോണം. കയ്യിലെ കുപ്പി ചുണ്ടോട് ചേർത്ത് എന്തൊക്കെയോ പിറുപിറുത്ത് ദൂരേക്ക് നോക്കിയിരിക്കുന്നവനെ കാണേ മെൽവിൻ രുദ്രനും സൈദും കേൾക്കാൻ മാത്രമായി പറഞ്ഞു. രുദ്ര, നീ പൊയ്ക്കേ. നിന്നെ ഇനി സണ്ണിക്ക് കാണണ്ട.
അവര് മാത്രമല്ല ഞങ്ങൾക്കും നിന്നെ വേണ്ട. ഇനി മേലാൽ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വന്നാലുണ്ടല്ലോ, സണ്ണിക്ക് ഇഷ്ടമില്ലാത്ത ആരെയും ഞങ്ങൾക്കും വേണ്ട. അല്പം ഉറക്കെ സണ്ണി കേൾക്കാൻ പാകത്ത് മെൽവിൻ വിളിച്ചു പറഞ്ഞതും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും എല്ലാം കേട്ട് നിന്നവനിൽ ഒരു ചിരി തെളിഞ്ഞു. എല്ലാവർക്കും മുന്നിലും തന്നെ വഴക്ക് പറഞ്ഞവനോടുള്ള ഒരു കുഞ്ഞു പ്രതികാരം, അതായിരുന്നു അവന്റെ ഉള്ളു നിറയെ. മെൽവിന്റെ ഐഡിയ ചീറ്റിപ്പോയതും ഇനി എന്ത് ചെയ്യുമെന്ന പോലെ വാടിയ മുഖത്തോടെ പരസ്പരം നോക്കിയവർ. ഇനിയുള്ളത് രുദ്രന്റെ ഉഴവാണ്. രുദ്രൻ മെൽവിനെയും സൈദിനെയും ഒന്ന് കണ്ണിറുക്കി കാണിച്ച് തൊണ്ടയൊന്ന് അനക്കി. ശരി, ഞാൻ പോയേക്കാം. ഇനി ആരുടെ മുന്നിൽ ഞാൻ വരില്ല. പക്ഷേ നിങ്ങളൊന്നും ഓർത്തോ, നിങ്ങൾ കഴിഞ്ഞുള്ളൂ എനിക്കെന്തും. എടാ സണ്ണി, ഞാൻ പോവാ. നിന്റെ കെട്ടിയിറങ്ങിയ തറവാട്ടിലേക്ക് വാ. നാളെ ഒന്ന് കോഴിക്കോട് വരെ പോണം. മുണ്ടൊന്നും മടക്കി കുത്തി തിരിഞ്ഞു നടക്കാൻ ആഞ്ഞ് രുദ്രൻ. അവന്റെ ഉള്ളിൽ തെളിഞ്ഞ ഐഡിയ പുറത്തെടുത്തതും ഞാൻ എന്തിനാ വരുന്നേ, നിന്റെ പുതിയ ഫ്രണ്ടില്ലേ, അവനെ കൊണ്ടുപോടാ. സണ്ണി പറഞ്ഞതും ആ ഐഡിയ ഏൽക്കാതെ ചമ്മിപ്പോയി അവൻ. ഇനി സണ്ണിയോട് ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നവൻ സണ്ണിയെ ഭദ്രമായി വീട്ടിൽ കൊണ്ടുപോയി വിടണം എന്ന് ബാക്കി രണ്ടുപേരോടും പറഞ്ഞേൽപ്പിച്ചു. തിരിഞ്ഞു നടന്ന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും കാൽവഴുതി നിലത്തേക്ക് മറഞ്ഞു വീണു രുദ്രൻ. ആ സമയം മറ്റു രണ്ടുപേർക്ക് മുന്നേ ഒരു പിടച്ചിലൂടെ രുദ്ര എന്ന് വിളിച്ച് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തതും സണ്ണിയായിരുന്നു. ആ സമയം രുദ്രനോടുള്ള പിണക്കവും ദേഷ്യവും വഴക്കും എല്ലാം മറന്നേ പോയിരുന്നു സണ്ണി.